ഹലോ അജയ്, ട്രോപ്പിക്കൽ ടെറസ് ഗാർഡൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തായ്ലൻഡ് പിങ്ക് ഗോയയാണ്, അതായത് തായ്ലൻഡ് പിങ്ക് പേരയ്ക്ക. അപ്പോൾ ഇത് ഞാൻ ഈ 120 ലിറ്റർ ഡ്രമ്മിൽ ഏകദേശം 4 വർഷം മുമ്പാണ് നട്ടത്. ഈ ചെടിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആദ്യത്തെ 1 വർഷം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കായ്ച്ചു കിട്ടി. ഈ പേരയ്ക്ക എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു പ്ലസൻറ്റ് മധുരം എന്ന് പറയാം. അതായത് ഒരു ഇളം മധുരം ഉള്ള ഒരു പേരയ്ക്കയാണ്. അകത്ത് ലൈറ്റ് പിങ്ക് കളറാണ്. അതായത് പണ്ട് കാലത്ത് നമ്മൾ പറമ്പുകളിൽ പോയിട്ടാണ് പല പേരയ്ക്കയും എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ വെറുതെ വന്ന് നമുക്കിങ്ങനെ എടുത്ത് പറിച്ച് കഴിക്കാൻ പറ്റിയ ഒരു പേരയ്ക്കയാണ് തായ്ലൻഡ് പിങ്ക് പേര. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കേട്ടോ, ഇതിപ്പോൾ 4 വർഷം പ്രായമുള്ള ചെടിയാണെങ്കിലും ഇതൊരു ബുഷായിട്ടാണ് വളരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വളരെ മോളിൽ കയറി പറിക്കേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഈവൻ വീട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പോലും വന്നിട്ട് എളുപ്പത്തിൽ ഈ പേരയ്ക്ക പറിച്ച് അവർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ബുഷായിട്ട് നിൽക്കുന്നു എന്നുള്ളത്, അതായത് നാച്ചുറലി തന്നെ ബുഷായിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഈ പേരയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു നല്ല പേരയ്ക്കയാണ് തായ് പിങ്ക് പേര. പിന്നെ എന്താ വെച്ചാൽ ഇതിനങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല, അതിങ്ങനെ കായ്ച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ മഴക്കാലത്ത്, അതായത് ഈ സമയങ്ങളിൽ പൊതുവെ ഇതിന് പുഴുശല്യം കണ്ടുവരാറുണ്ട്. ഞാനിവിടെ കായ്ച്ചക്കണി കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കായ്ച്ചക്കണി തൂക്കേണ്ടത് പേരയ്ക്കയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അത്യാവശ്യമാണ്. കാരണം മാവിനെ പോലെ അല്ലെങ്കിൽ മാങ്ങയ്ക്ക് പുഴുശല്യം ഉണ്ടാകുന്ന പോലെ പേരയ്ക്കും പുഴുശല്യം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു കായ്ച്ചക്കണി കെട്ടിത്തൂക്കണം. അതുമാതിരി ഈ പേരയ്ക്കെല്ലാം തന്നെ ഒരു നെറ്റ് കവർ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ കവറായാലും മതി, വെച്ച് അതിൽ സംരക്ഷിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ പുഴുശല്യം വളരെയധികം കൂടും. പിന്നെ കനത്ത മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ഇതിന് പുഴുശല്യം വരാം. ഇതൊക്കെയാണ് ഈ പേരയെ സംരക്ഷിക്കേണ്ട രീതികൾ. പിന്നെ പേരയുടെ പോട്ടി മിക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ പറയുന്ന പോലെ ചുവന്ന മണ്ണ്, ചാണകപ്പൊടി, ചകിരി കമ്പോസ്റ്റ് ഇത് ഈക്വൽ അളവിൽ മിക്സ് ചെയ്തിട്ട് ജൈവവളങ്ങൾ ഈ പറഞ്ഞ മാതിരി ബോൺ മീല്, വേപ്പിൻ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, അതുപോലെ പച്ചക്കക്കപ്പൊടി എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് ഒരു നല്ല നീർവാഴ്ചയുള്ള മണ്ണ് വേണം ഈ പേര നടാൻ എടുക്കേണ്ടത്. ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് നമ്മുടെ മാവിന് കൊടുക്കുന്ന പോലെയാണ്. 3 മാസം കൂടുമ്പോൾ നമുക്ക് ജൈവവളങ്ങൾ കൊടുക്കാം. ചാണകപ്പൊടി, സൂപ്പർ മീല് തുടങ്ങിയ ജൈവവളങ്ങൾ നമ്മൾ 3 മാസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കും. അതുപോലെ NPK ഒരു 25 ഗ്രാം വെച്ചിട്ട് മറ്റ് മാസങ്ങളിലെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ പച്ചക്കക്കപ്പൊടി, മഗ്നീഷ്യം സൾഫേറ്റ്, മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം ഒരു 25 ഗ്രാം വെച്ചിട്ട് ഈ ഡ്രമ്മിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ധാരാളം പേരയ്ക്ക നമുക്ക് കിട്ടുകയും ചെയ്യും. വേറെ പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ നന പറയുകയാണെങ്കിൽ മഴയില്ലാത്ത എല്ലാ ദിവസവും പേരയ്ക്ക് നനച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആ ഇലകളൊക്കെ ഇങ്ങനെ കൂമ്പി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് പിന്നെ അങ്ങനെ ഡെയിലി നനയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പക്ഷെ വേനൽക്കാലത്ത് നമ്മളിതിന് നന്നായിട്ട് നനച്ചു കൊടുക്കണം. ഇനി ഈ പേരയ്ക്ക് വരുന്ന അസുഖങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അതിനെപ്പറ്റി പേരയ്ക്കയുടെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് വെള്ളീച്ചയും മീലിമൂട്ടയുടെയും പ്രശ്നമാണ്. അത് ഇപ്പം മഴ പെയ്യുന്നതുകൊണ്ട് ഈ ഇലകളുടെ അടിയിലൊന്നും ഇത് കാണുന്നില്ല. പക്ഷെ മഴയില്ലാത്ത സമയമാകുമ്പോൾ ഇതിൻ്റെ ഉപദ്രവം വളരെ കൂടി ഈ പേരയെ നശിപ്പിക്കാൻ വരെ ഈ വെള്ളീച്ചയ്ക്കും മീലിമൂട്ടയ്ക്കും കഴിയും. അതുകൊണ്ട് അതിൻ്റെ ജൈവ നിയന്ത്രണ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ml വേപ്പെണ്ണ, 5 ഗ്രാം ബേക്കിംഗ് സോഡ, 5 ml ലിക്വിഡ് സോപ്പ് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് റെഗുലറായിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ഈ വെള്ളീച്ചയും മീലിമൂട്ടയും നിയന്ത്രിക്കാം. വളരെ കൂടുതലാണെങ്കിൽ 2 ml മാലത്തിയോൺ, ഒരു 0.5 ml ഏതെങ്കിലും വെറ്റിംഗ് ഏജൻറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 തവണ ഇലയുടെ അടിയിലും മോൾ ഭാഗത്തും സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഈ മീലിമൂട്ടയെയും വെള്ളീച്ചയും നന്നായിട്ട് നമുക്ക് നിയന്ത്രിക്കാം. പിന്നെ വേറൊരു കംപ്ലൈൻറ്റ് കണ്ടുവരുന്നത് ഈ പേരയ്ക്കൊക്കെ ഒരു ഡിഫോംഡ് ആയിരിക്കും. അതായത് ഇതിനകത്ത് ശരിയായ രീതിയിലുള്ള ഷേപ്പോ ഒന്നും ഉണ്ടാവില്ല. ഒരു വികൃത രൂപത്തിൽ പേരയ്ക്ക ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രധാന കാരണം മൈക്രോ ന്യൂട്രിയൻസ്, അതിനകത്ത് ബോറോണിൻ്റെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ബോറോൺ ഏതെങ്കിലും നമുക്ക് വളക്കടയിൽ കിട്ടുന്ന ബോറോൺ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ, ഒരു ഗ്രാമോ അല്ലെങ്കിൽ 2 ഗ്രാമോ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. അതിൽ ലിക്വിഡ് രൂപത്തിലും ബോറോൺ കിട്ടും. നമ്മളൊരു അഠൽ ATAL എന്നാണ് അതിൻ്റെ സ്പെല്ലിംഗ് വരുന്നത്. അത് എടുത്തിട്ട് 1 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കൂടുമ്പോൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പേരയ്ക്കൊക്കെ നല്ല ഷേപ്പിലുണ്ടാകും. ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടുത്തെ പേരയ്ക്കൊക്കെ നല്ല ഭംഗിയിലും ഷേപ്പിലുമാണ് ഉള്ളത്. അപ്പോൾ അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ പേരയ്ക്കയുടെ ഷേപ്പ് തന്നെ മാറുകയും കഴിക്കാനൊന്നും നമുക്ക് പറ്റാത്തൊരു പരുവത്തിലാവുകയും ചെയ്യും. അപ്പോൾ സാധാരണ നമുക്കൊരു ചിന്തയുണ്ട് ഈ പേരയ്ക്കയ്ക്ക് പ്രത്യേകിച്ച് ഒരു കെയറൊന്നും വേണ്ട എന്നുള്ളത്. പക്ഷേ ഈ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവ് മൂലം പേരയ്ക്ക അതിൻ്റെ തനതായ രൂപത്തിൽ ഉണ്ടാകാതിരിക്കുകയും അത് നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലും വരും. അതുകൊണ്ട് ഈ മൈക്രോ ന്യൂട്രിയൻസും ഒരു 3 മാസത്തിലൊരിക്കൽ കൊടുക്കുകയും ബോറോൺ പോലെയുള്ള ഒരു മൈക്രോ ന്യൂട്രിയൻ്റ് സ്പ്രേ ചെയ്യുന്നതും ശരിയായ രീതിയിൽ പേരയ്ക്ക ഉണ്ടാകാനും അത് നമുക്ക് ആസ്വദിക്കാനും പറ്റാവുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു പേരയ്ക്ക എടുത്ത് കഴിച്ചു നോക്കാം. ഒന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, ഇതിന് ഒരു ഇളം പിങ്ക് നിറമാണ്. അതായത് ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു പീസൊന്ന് ഞാൻ കഴിച്ചു നോക്കാം. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാം. അതായത് വളരെ കടും മധുരമൊന്നും ഇതിനില്ല, പക്ഷെ നമുക്ക് വളരെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. നമ്മുടെ നാടൻ പേരയ്ക്കയെ പോലെ സീഡൊന്നും അത്രയില്ല. സീഡുണ്ട്, പക്ഷെ നാടൻ പേരയ്ക്കയെ അപേക്ഷിച്ചിട്ട് സീഡ് വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നടാൻ പറ്റിയ അല്ലെങ്കിൽ ഡ്രമ്മിൽ വെക്കാൻ പറ്റിയ ഒരു മികച്ച ഇനം ഫ്രൂട്ടാണ് തായ്പിങ് പേര. പിന്നെ സൺലൈറ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് പലതരം ചെടികളുടെ ഇടയിലാണ് ഈ പേരയ്ക്ക ഇരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 50% വെയിൽ കിട്ടിയാൽ പോലും ഈ പേരയ്ക്ക നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. പേരമരം നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഔഷധ ഗുണം ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ആപ്പിളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ആപ്പിളിനേക്കാൾ വളരെയധികം കൂടുതൽ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു ഫലമാണ് പേരയ്ക്ക. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് വിറ്റാമിൻ സി കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. പിന്നെ ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഡൈജഷനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതുമാതിരി ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ്, ധാരാളം വിറ്റാമിൻസ്, വിറ്റാമിൻ എ എല്ലാം ഈ പേരയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാവപ്പെട്ടവൻ്റെ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഈ പേരയ്ക്ക നമ്മുടെ ഡയറ്റിൽ ഡെയിലി ഓരോന്ന് ഉൾപ്പെടുത്തുക. ധാരാളം പ്രോട്ടീൻ ഈ പേരയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം ഒരു പേരയ്ക്കെങ്കിലും വെച്ച് കഴിക്കാൻ പറ്റിയാൽ അത് നമ്മുടെ ഹെൽത്തിനെ വളരെയധികം പ്രയോജനം ചെയ്യും. പിന്നെ നമുക്കിനിയിപ്പോൾ സീസൺ എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിലും നമുക്ക് ഇനി മഴക്കാലം തുടങ്ങുന്നതുകൊണ്ട് വേണമെങ്കിൽ എയർ ലെയർ ചെയ്തിട്ട് നമുക്ക് ഈ തായ്പിങ്ക് പേരയുടെ പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പൊതുവെ ഒരു 2 മാസം കൊണ്ട് തന്നെ പിടിച്ചു കിട്ടാറുണ്ട്. അപ്പോൾ ഇത് പ്രൂൺ ചെയ്യുന്നതിന് പകരം നമ്മൾ എയർ ലെയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു ഗുണം ഉണ്ട്. അപ്പോൾ ഇനി ഇത്രയൊക്കെയാണ് തായ്പിങ്ക് പേരയുടെ വിശേഷങ്ങൾ. ഇനി അടുത്ത വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.